ഹലോ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓഫ് പാർട്സ് അഥവാ ഭാഗക്കണക്കുകൾ എന്നതാണ്. നമ്മൾ 5ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വൃത്തം വരച്ച് ഒരു സർക്കിൾ വരച്ച് ചില പാർട്സുകൾ ചില ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്താൽ അതിൻ്റെ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എഴുതാൻ നമുക്കറിയാം. ഇവിടെ ഞാൻ 2 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഴുതാമല്ലോ ഇത് എത്ര പാർട്സ് ആണ്. നമ്മൾ എങ്ങനെയാണ് പാർട്ട് എഴുതുന്നത്, ഫ്രാക്ഷൻ എഴുതുന്നത്? ടോട്ടൽ എത്ര പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. എത്ര ഭാഗങ്ങളായി? 1 2 3 4 5 6 6ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിൽ എത്ര എണ്ണത്തിനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 2 എണ്ണത്തിനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/6 ആണ് ഈ വൃത്തഭാഗത്തിനെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത വൃത്തത്തിലേക്ക് നോക്കൂ. ഇതിൽ ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട് അല്ലേ. അതിൽ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1/3 ആണ്. ഇനി മറ്റൊരു കാര്യം, ഈ 2/6ൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് 1/3. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലഘുരൂപത്തിൽ എഴുതാൻ, ലോവസ്റ്റ് ഫോമിൽ എഴുതാൻ പഠിച്ചല്ലോ. 2/6നെ എങ്ങനെ മാറ്റാം? 2നെ നമുക്ക് 1 × 2 എന്ന് എഴുതാം. 6നെ നമുക്ക് 2 × 3 എന്നും എഴുതാം. ഇവിടെ 2 ക്യാൻസലായി പോയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1/3 തന്നെയല്ലേ കിട്ടുന്നത്. അത് 2/6ൻ്റെ ലോവസ്റ്റ് ഫോം അല്ലേ 1/3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് അല്ലേ. ഈ രണ്ട് ഭാഗങ്ങളും ചേർന്നിരിക്കുന്നതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പാർട്സ് എഴുതാനൊക്കെ നമ്മൾ 5ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇനി പാർട്ടുകൾ ആഡ് ചെയ്യാനാണ്. നമ്മൾ എങ്ങനെയാണ് ഭാഗങ്ങൾ കൂട്ടിയെടുക്കുന്നത്, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 50 ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 50 ആക്ടിവിറ്റിയാണ് റൈറ്റ് ദ സം ഓഫ് ദ ഫ്രാക്ഷൻസ് ഗോട്ട് ഫ്രം ഈച്ച് പിക്ചേഴ്സ് ഇൻ ലോവസ്റ്റ് ഫോം. താഴെ തന്നിരിക്കുന്ന ഓരോ ചിത്രത്തിലെയും പാർട്ടുകൾ എഴുതുക, ഭാഗങ്ങൾ എഴുതുക, അതിൻ്റെ സമ്മോ എഴുതുക. ഓരോ നിറത്തിൻ്റെയും ഭാഗങ്ങൾ എഴുതി അവയുടെ സം കണ്ടെത്തി അതിൻ്റെ ലോവസ്റ്റ് ഫോമിൽ അല്ലെ ലഘുരൂപത്തിൽ എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഓരോ നിറമായിട്ട് നോക്കാം. ആദ്യം ഇവിടെ ബ്ലൂ കളറാണ് തന്നിരിക്കുന്നത്. ബ്ലൂ കളർ എത്ര പാർട്ടുണ്ടെന്നാണ് നോക്കേണ്ടത്. അതിന് ആകെ എത്ര പാർട്ടായിട്ട് ഈ വൃത്തത്തിനെ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. 1 2 3 4 5 6 7 8. അപ്പോൾ ആകെ 8ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നീല നിറത്തിൽ വരുന്നത് ഒരു ഭാഗമേ ഉള്ളൂ. അപ്പോൾ ബ്ലൂ കളറിൻ്റെ പാർട്ട് എത്രയാണ്? 1/8. ഓക്കെ, 1/8. ഇനി ഗ്രീൻ കളർ നോക്കുക. ഗ്രീൻ കളറിൽ 3 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഗ്രീൻ കളറിൻ്റെ പാർട്ട് എന്താണ്? 3/8. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും എഴുതാൻ അറിയാവുന്ന കാര്യമാണ്. ഇനി ടോട്ടൽ, അതായത് ഈ 2 നിറവും കൂടി ആകെ എത്രയുണ്ട്? 1 2 3 4 അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര പാർട്ടാണ്? 4/8. ഇനി ഇത് സമ്മായിട്ട് എഴുതാം. അതായത് നീല നിറവും പച്ച നിറവും കൂടി ചേർന്നതാണ് ആകെ ഭാഗം ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇവിടെ 1/8 എന്ന് എഴുതുക. ഇവിടെ എത്രയാണ്? 3/8. ഇനി ആഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോഴും ഇവിടെ ആകെ നോക്കുമ്പോഴും സെയിം തന്നെയല്ലേ. 1ഉം 3ഉം കൂടെ കൂട്ടി ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. 8 അല്ലേ. അപ്പോൾ നമുക്ക് കൂട്ടാം. 1ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 4/8. അപ്പോൾ 4/8. 1/8ഉം 3/8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4/8. ഇനി ഇതിൻ്റെ ലോവസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. 4/8ൻ്റെ ലോവസ്റ്റ് ഫോം 4, അതായത് ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതുക. ഇത് 4ൻ്റെ മൾട്ടിപ്പിളാണ്, 8ഉം 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 4നെ നമുക്ക് 1 × 4 എന്ന് എഴുതാം. 8നെ നമുക്ക് 2 × 4 എന്ന് എഴുതാം. അപ്പോൾ 4 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് നമുക്ക് എന്തെന്ന് കിട്ടി? 1/2. അതായത് 4/8ൻ്റെ ലോവസ്റ്റ് ഫോം ഏതാണ്? 1/2. രണ്ടാമത് തന്നിരിക്കുന്നത് ഈ ഒരു ചിത്രമാണ്. ഒരു റെക്റ്റാങ്കിളിനെ എത്ര ഭാഗങ്ങളായിരിക്കിയിരിക്കുന്നു? 1 2 3 4 5 6 7 8 9 10. 10 തുല്യ ഭാഗങ്ങളായി വീതിച്ചിട്ടുണ്ട്. അതിൽ യെല്ലോ കളർ എത്ര പാർട്ടാണ്? ഒരു ഭാഗത്താണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളർ, മഞ്ഞ നിറം. അപ്പോൾ 10ൽ ഒരു ഭാഗം അല്ലേ. അതായത് 1/10 പാർട്ടാണ്. ഇനി റെഡ് കളർ എത്ര ഭാഗത്താണ്? 1 2 3 ഭാഗത്ത്. അപ്പോൾ റെഡ് കളർ ചുവന്നതിൻ്റെ പാർട്ടെന്ന് പറയുന്നത് 3/10 ആണ്. ഇനി ആകെ ഈ 2 നിറങ്ങളും കൂടി ആകെ എത്ര പാർട്ടാണുള്ളത്? 1 2 3 4 അല്ലേ. അപ്പോൾ 4/10 പാർട്ടാണ് ടോട്ടൽ. ആകെ ഭാഗം 10ൽ 4 ആണ്. ഇനി നമുക്കിത് കൂട്ടി എഴുതാം. 1/10 10ൽ 1 പ്ലസ് 3/10 10ൽ 3 കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 4/10. ഇനി ഇതിൻ്റെ ലോവസ്റ്റ് ഫോമാണ്, ലഘുരൂപം എഴുതണം. 4/10നെ നമുക്ക് 4 2ൻ്റെ മൾട്ടിപ്പിളാണ്, 10ഉം 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 4നെ 2 × 2 എന്ന് എഴുതാം. 10നെ 5 × 2 എന്ന് എഴുതാം. 2 ക്യാൻസലാക്കി കളഞ്ഞാൽ നമുക്ക് 2/5 എന്ന് കിട്ടും. അതായത് 4/10ൻ്റെ ചെറിയ രൂപം എന്താണ്? 2/5.
മൂന്നാമത് തന്നിരിക്കുന്നത് ഒരു വൃത്തമാണ്, ഒരു സർക്കിളാണ്. അതിനെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 8 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. 8 ഈക്വൽ പാർട്സ്. അതിൽ ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് എത്ര ഭാഗത്തിനാണ് കൊടുത്തിരിക്കുന്നത്? 3 ഭാഗത്തിന്. അപ്പോൾ അത് എത്ര പാർട്ടാണ്? 3/8 ആണ്. ആകെ 8 ആണ്. അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 8ൽ 3. ബ്രൗൺ കളറോ 1 2 3 3 ഭാഗം തന്നെയാണ്. അപ്പോൾ അതും 3/8 8ൽ 3 തന്നെയാണ്. ടോട്ടൽ എത്ര പാർട്ടാണ്? 3 3 6 പാർട്ട് അല്ലേ? ആകെ 6/8 അല്ലേ? 8ൽ 6 ഭാഗം. ഇനി നമുക്കത് കൂട്ടി എഴുതാം. 3/8 പ്ലസ് 3/8 3/8 പ്ലസ് 3/8 എത്രയാണ്? 6/8. ഇനി അതിൻ്റെ ലോവസ്റ്റ് ഫോം എഴുതുക. ഷോർട്ട് ഫോമിൽ അതിൻ്റെ ചെറിയ രൂപത്തിൽ എഴുതാൻ 6/8നെ നമുക്ക് 6ഉം 8ഉം ഏതിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്? 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 3 × 2 എന്ന് എഴുതാം. 8നെ എന്താ എഴുതാം? 4 × 2 എന്ന് എഴുതാം. 2 ക്യാൻസലാക്കി കളഞ്ഞാൽ നമുക്ക് 3/4 എന്ന് കിട്ടും. അപ്പോൾ 6/8ൻ്റെ ലോവസ്റ്റ് ഫോം എന്താണ്? 3/4. അടുത്തതായി തന്നിരിക്കുന്ന ചിത്രത്തെ എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ യെല്ലോ കളർ 5 ഭാഗത്താണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5/16 16ൽ 5. ഗ്രീൻ കളർ 7 പാർട്ടിലാണ്, 7 ഭാഗങ്ങളിലാണ്. അപ്പോൾ 7/16. ആകെ 7ഉം 5ഉം എത്രയാണ്? ആകെ എത്ര പാർട്ടാണ്? 12 പാർട്ടാണ്. 12 16ൽ 12 ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് തുകയായി എഴുതാം, കൂട്ടി എഴുതാം. 5/16 പ്ലസ് 7/16 ആഡ് ചെയ്യുമ്പോൾ 12/16. ഇനി ഇതിൻ്റെ ലോവസ്റ്റ് ഫോം എഴുതണം. 12/16നെ 12 4ൻ്റെ ടേബിളിലുണ്ട്, അതുപോലെ 16ഉം 4ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 3 × 4 are 12, 4 × 4 are 16. 4 ക്യാൻസലാക്കി കളഞ്ഞാൽ 3/4 എന്ന ഷോർട്ട് ഫോമിലേക്ക് നമുക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് 12/16നെ മാറ്റാവുന്നതാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് അഡിഷൻ ഓഫ് ഫ്രാക്ഷൻസ്, ഭിന്നസങ്കലനം എന്നൊരു സെക്ഷനാണ്. അപ്പോൾ അതായത് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നത്, ഭിന്നസംഖ്യകൾ കൂട്ടുന്നതാണ്. 1/6 പ്ലസ് 2/6 ഇത് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാൻ സാധിക്കും, ആഡ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടും ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 3/6 എന്ന് എഴുതാം. 3/6 എന്ന് എഴുതാം. അതുപോലെ ഒരു 3/5 പ്ലസ് 4/5നെയും നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്ത് എഴുതാൻ സാധിക്കും. കാരണം ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണ്. 3 + 4 എത്രയാ? 7. 7/5. ഇനി ഡിനോമിനേറ്ററുകൾ സെയിം ആകാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 3/10 പ്ലസ് 2/5. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ 10ഉം രണ്ടാമത് തന്നിരിക്കുന്നത് 5ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സെയിം ആണെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 10ഉം 5ഉം നോക്കുകയാണെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിളാണ് 10. അതായത് 5നെ നമുക്ക് 10 ആക്കാൻ സാധിക്കും അല്ലേ? 5നെ 2 കൊണ്ട് ഇൻഡിവിജ്വൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടത്തില്ലേ? അപ്പോൾ ഈ ഒരു ഭിന്നസംഖ്യ, ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ, ഛേദത്തിനെ നമുക്ക് 10 ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ 2/5 എന്ന് എടുത്താൽ ആ 2/5നെ മുകളിലും താഴെയും, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ 10 ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 3/10നെ 3/10 എന്ന് തന്നെ എഴുതാം. 2/5ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4/10 എന്ന് കൊടുത്തൂടെ? കാരണം 2/5ന് തുല്യമായ ഭിന്നസംഖ്യയാണ് 4/10. 2/5ന് പകരം 4/10 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യാമല്ലോ, 7/10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മാത്രം മതി. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതാ നോക്കൂ, 1/4 പ്ലസ് 3/8. ഇവിടെ 1/4 4 ആണ് ഡിനോമിനേറ്റർ, 3/8ൽ 8 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ 4നെ നമുക്ക് എന്താക്കാൻ പറ്റും? 8 ആക്കാൻ പറ്റും. 4ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ മൾട്ടിപ്പിളാണ് 8 അല്ലേ? 4നെ നമുക്ക് 8 ആക്കാം. അപ്പോൾ 1/4നെ എങ്ങനെയാണ് 8 ഡിനോമിനേറ്റർ ആക്കുന്നത്? 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 എന്താവും? 8 ആയിട്ട് മാറും. അപ്പം താഴെ ഇൻറ്റു ചെയ്താൽ നമ്മൾ മുകളിൽ ഇൻറ്റു ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1 × 2 2 ആണ്, 4 × 2 8. അപ്പോൾ നമുക്ക് 1/4 എന്ന ഫ്രാക്ഷനെ, ഭിന്നസംഖ്യയെ നമ്മൾ എത്ര ആക്കി മാറ്റി? 2/8 ആക്കി മാറ്റി. 1/4ന് തുല്യമായതാണ് 2/8. അപ്പോൾ 1/4നെ നമുക്ക് 2/8 എന്ന് എഴുതാം. 2/8 പ്ലസ് 3/8 ആഡ് ചെയ്യുമ്പോൾ 5/8 എന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഡിനോമിനേറ്ററുകൾ തുല്യമാക്കി എഴുതാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഒരു ഫ്രാക്ഷൻ അടുത്തൊരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്ലൈ വരുന്ന കേസാണ്. ഇനി മൾട്ടിപ്ലൈ ആയിട്ട് വരാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം.
അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ 1/4ഉം 2/5ഉം ആണ് പ്ലസ് ചെയ്യാനായി തന്നിരിക്കുന്നത്, കൂട്ടാനായി തന്നിരിക്കുന്നത്. അതിൽ നോക്കൂ, 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല 5, 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല 4. അതായത് 4ൻ്റെ ടേബിളിലൊന്നും 5ഉം വരികയില്ല, 5ൻ്റെ ടേബിളിലൊന്നും 4ഉം വരികയില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഡിനോമിനേറ്റർ ഛേദം സെയിം ആക്കുന്നത്, തുല്യമാക്കുന്നത്? ആദ്യം നമുക്ക് ആദ്യത്തെ ഫ്രാക്ഷൻ എടുക്കാം. പാടൊന്നുമില്ല, എളുപ്പം തന്നെയാണ്. അടുത്ത ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഏതാണ്? 5 ആണ് അല്ലേ. ആ 5 കൊണ്ട് ആദ്യത്തെ ഫ്രാക്ഷൻ്റെ മുകളിലും താഴെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 5 1 × 5 5, 4 × 5 20. ഓക്കെ, 20 എന്നായി. ഇനി അടുത്ത ഫ്രാക്ഷൻ എടുക്കുക. അടുത്ത ഫ്രാക്ഷൻ ഏതാണ്? 2/5. അതിൻ്റെ മുകളിലും താഴെയും ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, അതായത് 4 കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. 4 × 2 എത്രയാണ്? 8. 4 × 5 എത്രയാണ്? 20. ഇപ്പോൾ നോക്കൂ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. അപ്പോൾ 1/4ന് പകരം എനിക്കിനി എന്തെഴുതാം? 1/4ന് തുല്യമായ ഫ്രാക്ഷനാണ് 5/20. അപ്പോൾ 1/4ന് പകരം എന്തെഴുതാം? 5/20 പ്ലസ് 2/5ന് പകരം എന്തെഴുതാം? 2/5ന് തുല്യമായ ഫ്രാക്ഷനാണ് 8/20. ഇനി ആഡ് ചെയ്യാമല്ലോ. സെയിം ഡിനോമിനേറ്റർ ആയി കഴിഞ്ഞു. 5ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 13 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 20 അല്ലേ. 20ൽ 13. ഒരു എക്സാമ്പിൾ കൂടി ഈ ടൈപ്പിൻ്റെ നമുക്ക് നോക്കാം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടിരിക്കുന്നതാണ്, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. 5/8 പ്ലസ് 2/3. ഇതും 8ഉം 3ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ അല്ല. എന്ത് ചെയ്യുക? ആദ്യത്തെ ഫ്രാക്ഷൻ എടുക്കുക, രണ്ടാമത്തേൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 3 × 5 15, 3 × 2 8 എത്രയാണ്? 24. ഇനി അടുത്ത 2/3 രണ്ടാമത്തെ ഫ്രാക്ഷൻ എടുക്കുക. ആദ്യത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററായ 8 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 2 16, 8 × 3 24. അപ്പോൾ രണ്ടിനും ഡിനോമിനേറ്റർ 24 എന്ന് കിട്ടി. അപ്പോൾ 5/8. അപ്പോൾ നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ 5/8 പ്ലസ് 2/3 ആയിരുന്നു. അപ്പോൾ 5/8ന് തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ കിട്ടിയത്? 15/24. 2/3ക്ക് തുല്യമായ ഫ്രാക്ഷൻ ഏതാ കിട്ടിയത്? 16/24. എന്ത് ചെയ്യുക? രണ്ടും കൂടി ആഡ് ചെയ്യുക. 15ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 31/24 എന്ന് കിട്ടും. ഇനി നമുക്ക് കുറച്ചുകൂടി ലഘുവാക്കി ലോവസ്റ്റ് ഫോമിൽ എഴുതാനായി എന്ത് ചെയ്യുക? 31നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 124 24, റിമൈൻഡർ 7. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്ന മിക്സഡ് ഫ്രാക്ഷനായിട്ട് 1 and 7/24 ഇങ്ങനെയും എഴുതാവുന്നതാണ്. അപ്പോൾ അഡീഷനുമായി റിലേറ്റ് ചെയ്ത പേജ് നമ്പർ 56ലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ഈച്ച് പെയർ ഓഫ് പിക്ചേഴ്സ് ബിലോ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വി ഗെറ്റ് ബൈ കട്ടിംഗ് അപ്പ് ദ കളേർഡ് പീസസ് ഓഫ് ബോത്ത് സർക്കിൾസ് ആൻഡ് പുട്ടിംഗ് ദം ടുഗദർ. ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം രണ്ട് വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ എത്ര ഭാഗം കിട്ടുമെന്ന് കണക്കാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് രണ്ട് വൃത്തങ്ങൾ പല പാർട്ടുകളായി ഡിവൈഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇവ നമ്മൾ പേപ്പറിൽ വരച്ച് ഷെയ്ഡ് ചെയ്ത് വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഫ്രാക്ഷൻ എത്രയാണ്, ഭിന്നസംഖ്യ എത്രയാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനായി അവർ കോളങ്ങൾ തന്നിട്ടുണ്ട്. ആ കോളത്തിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അഡിഷനാണ് ഇവിടെ ചെയ്യേണ്ടത്, കൂട്ടുക അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പാർട്ട് എത്രയാണ്? ഇതിൽ 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 1/3 ആണ്. ഇവിടെ മൊത്തം ആകെ 12 ഭാഗങ്ങളായി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 12 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 പാർട്ടുകൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5/12 ഈക്വൽ ടു, വീണ്ടും 2 കോളമാണ് തന്നിരിക്കുന്നത്. അതായത് ഇതിൽ നമുക്ക് നോക്കിയാൽ ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ അല്ല, സെയിം രീതിയിലല്ല ഭാഗിച്ചിരിക്കുന്നത്. ഇത് 3 ഭാഗിച്ചിരിക്കുന്നു, ഇത് 12 ആയിട്ടല്ലേ. ഇതിൻ്റെ ഡിനോമിനേറ്റർ 3, ഇതിൻ്റെ ഡിനോമിനേറ്റർ 12. അപ്പോൾ രണ്ടും തുല്യമാക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതിൽ 3 പാർട്ട്, ഇതിൽ എത്ര പാർട്ടാണ്? 12 പാർട്ട്. അപ്പോൾ 3 പാർട്ടിനെ 12 പാർട്ടാക്കാൻ 3നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ ഈ 3 എന്നുള്ള ഡിനോമിനേറ്ററിനെ 12 എന്ന ഡിനോമിനേറ്ററാക്കി മാറ്റാൻ 4 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആദ്യത്തെ ഫ്രാക്ഷനെ നമുക്ക് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ അതേ ഡിനോമിനേറ്റർ ആകത്തക്ക വിധത്തിൽ എഴുതാം. അതായത് 3നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12 കിട്ടും. അപ്പോൾ ആ മുകളിലും താഴെയും നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 1 × 4 4, 3 × 4 12. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ഫ്രാക്ഷൻ 12 തുല്യ ഭാഗങ്ങളായില്ലേ. അപ്പോൾ 4/12 എന്ന് എഴുതാം. രണ്ടാമത്തേനെ അതുപോലെ തന്നെ എഴുതുക, 5/12. ഇനി നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത കോളത്തിൽ നമുക്ക് എഴുതാം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 9/12. അതായത് ഈ 2 ചിത്രങ്ങളും കൂടി ചേർത്ത് വെച്ചാൽ 12/9 ഭാഗം എന്ന രീതിയിൽ നമുക്ക് കിട്ടും.
ഇത് ഈക്വൽ ടു ഒരു കോളം കൂടി തന്നിട്ടുണ്ട്. അതായത് ഈ 9/12 ഷോർട്ട് ഫോം ലോവസ്റ്റ് ഫോമിൽ എഴുതാനാണ്. അപ്പോൾ 9/12 ചെറുതാക്കിയാൽ 9 നമുക്ക് 3 × 3 എന്ന് എഴുതാം, 12 നമുക്ക് 4 × 3 എന്ന് എഴുതാം. 3 ക്യാൻസൽ ആയിപ്പോയാൽ നമുക്ക് 3/4 എന്ന് കിട്ടും. അതായത് 9/12 ലോവസ്റ്റ് ഫോം നമുക്ക് 3/4 എന്ന് എഴുതാം. അടുത്ത ചിത്രങ്ങളും വൃത്തങ്ങൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ വൃത്തത്തിൽ 1, 2, 3, 4, 5, 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/6 ഇതിനോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് 4ആയിട്ട് ഭാഗിച്ച വൃത്തത്തെ 3ആയിട്ട് ഷെയ്ഡ് ചെയ്തതാണ്. അപ്പോൾ 3/4 ആണ്. 3/4 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ രണ്ടിലും ഡിനോമിനേറ്റർ രണ്ടും 2, 1/6ഉം 3/4ഉം. അതിൽ 6ഉം 4ഉം ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച ആ മെത്തേഡ് ഉപയോഗിക്കുക. അതായത് 1/6നെ ഈ 3/4ൻ്റെ 4 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 4 × 1 4, 6 × 4 എത്രയാണ്? 24. ഓക്കെ, ഇനി അടുത്ത് 3/4നെ 1/6ൻ്റെ ഡിനോമിനേറ്ററായ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 6 6 6 × 3 18, 6 × 4 24. കണ്ടോ? അപ്പോൾ 1/6 എന്തായിട്ട് മാറിക്കഴിഞ്ഞു? 4/24 എന്നും. അതുപോലെ 3/4 എന്തായിട്ട് മാറി? 18/24 ആയിട്ട് മാറി. ഇനി നമുക്ക് ആഡ് ചെയ്യാമല്ലോ, കൂട്ടാമല്ലോ. രണ്ടിനും സെയിം ഡിനോമിനേറ്ററായി. 18ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? 22/24. ഇനി നമുക്ക് ഷോർട്ട് ഫോമിൽ കൂടി എഴുതാനുള്ള ഒരു കോളം കൂടിയുണ്ട്. ഷോർട്ട് ഫോമിൽ എഴുതാൻ 22/24 നമുക്ക് എങ്ങനെ എഴുതാം? 22നെ 2 × 11 എന്ന് എഴുതാം. 24നെ 2 × 12 എന്ന് എഴുതാം. അപ്പോൾ 2 ക്യാൻസൽ ആയിപ്പോയി. എന്താണെന്ന് ആൻസർ കിട്ടും? 11/12 എന്ന് എഴുതാം. 11/12. അടുത്ത ചിത്രം ഇതാണ്. ആദ്യത്തേൽ എത്ര പാർട്ടായിട്ടാണ്? 5 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ 3 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3/5 ആണ്. രണ്ടാമത്തെ ചിത്രത്തിൽ 8 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ 3 പാർട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 3/8. ഇവിടെയും ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ല. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമത്തെ ഡിനോമിനേറ്ററിൻ്റെ 8 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യാം. അപ്പോൾ 8 × 3 24, 8 × 5 40, 24/40 എന്ന് എഴുതാം. അതുപോലെ അടുത്ത ഫ്രാക്ഷനായ 3/8നെ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററായ ഛേദമായ 5 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 5 × 3 15, 5 × 8 40. അപ്പോൾ 40 എന്ന് കിട്ടി. 40ൽ 15. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 24 + 15 എത്രയാണ്? 39, 39 അപ്പോൾ 39/40. രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ സംസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. പേജ് നമ്പർ 56ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഫ്രാക്ഷൻ്റെ തുക കാണാനാണ്, സം കാണാനാണ്. ആദ്യമായി തന്നിരിക്കുന്നത് 1/4 + 1/8 എന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെ തുക കാണാനാണ്. 1/4 + 1/8. അപ്പോൾ 1/4 4 ആണ് ഡിനോമിനേറ്റർ, 1/8 എന്താണ്? 8 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിളാണ് 8. അപ്പോൾ 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താകും? 8 ആകും അല്ലേ? അപ്പോൾ 1/4നെ നമുക്ക് മാറ്റാം. 4നെ 2 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്താൽ 1/4 2/8 എന്നാവും. ഇനി നമുക്ക് ആഡ് ചെയ്യാമല്ലോ. 1/4 + 1/8ലെ 1/4നെ നമുക്ക് 2/8 എന്ന് എഴുതാം, പ്ലസ് 1/8. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. കൂട്ടുമ്പോൾ 3/8 എന്ന് കിട്ടും. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന പ്രോബ്ലം 3/4 + 1/6 എന്നതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കേണ്ടിയിരിക്കുന്നു, തുല്യമാക്കണം, ഛേദം തുല്യമാക്കിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ 3/4ലെ രണ്ടാമത്തേൻ്റെ ഡിനോമിനേറ്ററായ 6 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 6 × 3 18, 6 × 4 24. ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ എടുക്കുക, 1/6. അതിനെ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഛേദമായ 4 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4/6 × 4 24. അപ്പോൾ രണ്ടിലും ഛേദം തുല്യമായി കിട്ടി, സെയിം ആയി കിട്ടി. അപ്പോൾ 3/4ന് പകരം നമുക്കിനി എന്തെന്ന് കൊടുത്താൽ മതി? 3/4 + 1/6ൽ 3/4ന് പകരം നമുക്ക് 18/24 എന്ന് കൊടുക്കാം. അതുപോലെ 1/6ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4/24 എന്ന് കൊടുക്കാം. 4/24 ആഡ് ചെയ്യുക. 22/24 എന്ന് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് ചെറുതാക്കാം. 22നെ 2 × 11 എന്ന് എഴുതാം. 24നെ 2 × 12 എന്ന് എഴുതാം. 2 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 11/12 എന്ന് കുറച്ചുകൂടി ചെറിയ രൂപത്തിൽ 11/12 എന്ന് എഴുതാൻ പറ്റും. മൂന്നാമതായി കാണേണ്ട സം 1/3 + 2/5 എന്നതാണ്. അതിലും 1/3യെ
2/5ൻ്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 5/3 × 5 15 എന്നാവും. 5/15 എന്നാവും. അടുത്ത 2/5നെ 15 ആവുന്ന ഡിനോമിനേറ്റർ ആകത്തക്ക വിധത്തിൽ എങ്ങനെ എഴുതാം? ഫസ്റ്റിൻ്റെ ഡിനോമിനേറ്ററായ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററായ 3 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 2 × 3 6, 5 × 3 15. ഇപ്പോൾ രണ്ട് ഡിനോമിനേറ്ററുകളും സെയിം ആയി. അപ്പോൾ 1/3 + 2/5 ചെയ്യാൻ 1/3ക്ക് പകരം അതിന് സമാനമായ അതിന് തുല്യമായ ഫ്രാക്ഷൻ 5/15ഉം 2/5ന് പകരം 6/15ഉം എഴുതാം. 6ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 11, 11/15 എന്ന് നമുക്ക് എഴുതാം. അടുത്ത നാലാമത് തന്നിരിക്കുന്ന പ്രോബ്ലം 1/2 + 2/5 എന്നതാണ് സം കാണാനായി. ഇതിലും 1/2നെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി എഴുതാം. 2/5ലെ 5 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 5 × 1 5, 5 × 2 10. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി. ഇനി അടുത്ത 2/5നെ മാറ്റാം. 2/5നെ മാറ്റാനായി 1/2ലെ 2 കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 2 × 2, 2 × 2 എത്രയാണ്? 4, 2 × 5 10. അപ്പോൾ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞു. ഇനി ആഡ് ചെയ്യാനായി 1/2 + 2/5 ആഡ് ചെയ്യാൻ 1/2ന് സമാനമായ ഫ്രാക്ഷൻ 5/10, അതുപോലെ 2/5ന് തുല്യമായ ഫ്രാക്ഷൻ 4/10 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5 + 4 9, 9/10 എന്ന് നമുക്ക് ആൻസർ എഴുതാം. അടുത്തതായി കാണേണ്ട ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് 2/3 + 1/5 ആണ്. ആദ്യത്തെ ഭിന്നസംഖ്യ 2/3 നമുക്ക് സെയിം ആക്കാം. 5 കൊണ്ട് രണ്ടാമത്തേൻ്റെ 5 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. 5 ഡിനോമിനേറ്റർ ആണ്. 5 × 2 എത്രയാണ്? 10, 5 × 3 15. അടുത്ത ഫ്രാക്ഷൻ എടുക്കുക 1/5. 2/3ലെ ഛേദമായ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ മുകളിൽ 3 താഴെയും 3. 1 × 3 എത്രയാണ്? 3, 3 × 5 15. അപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഛേദം സെയിം ആയി വന്നു കഴിഞ്ഞു. ഇനി 2/3 + 1/5 കാണാം. 2/3ക്ക് പകരം നമുക്ക് 10/15 10/15 + 1/5ന് പകരം 3/15 എഴുതാം. ആഡ് ചെയ്യുക. 10 + 3 എത്രയാണ്? 13. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് തന്നെ നമുക്ക് കൊടുക്കാം.